അമേരിക്കയിലെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളും വില കുറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചാണ്. അവ ഒറ്റയടിക്ക് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയിൽ പണപ്പെരുപ്പമുണ്ടാവും, പട്ടിണിയുണ്ടാവും, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. ആരോഗ്യ മേഖലയിൽ പോലും സൗജന്യ ചികിത്സയില്ലാത്ത അമേരിക്കയിലെ പാവപ്പെട്ട മനുഷ്യർ തെരുവിൽ അന്തിയുറങ്ങേണ്ട സാഹചര്യമുണ്ടാവും. അമേരിക്കൻ ജനതയിൽ വലിയൊരു പങ്കിനും തോക്കുണ്ട് എന്നത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് പോലും കോപ്പുകൂട്ടുന്ന തീരുമാനമായി ഇത് മാറും. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ട്രംപ് ചൈനയെ ശിക്ഷിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച നയം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുമെന്നർത്ഥം. ചൈനയുടെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യം അമേരിക്കയാണെങ്കിലും ഇതിനെ അതിജീവിക്കാനുള്ള ശേഷി ചൈനയ്ക്കുണ്ട്. ഇന്ത്യ അടക്കമുള്ള വിപണികൾ ചൈനയ്ക്ക് മുമ്പിൽ തുറന്നിടുന്നതോടെ ഒരു പരിധിവരെ അവർക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ അമേരിക്കയ്ക്ക് ഇത് താങ്ങാനേ കഴിയില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്കാണെന്നും അമേരിക്ക ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതി വീഴുമെന്നും വിദഗ്ധർ ആശങ്കയോടെ കുറിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്ന ഉടൻ S&P 500 സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ 500 2.7% ഇടിവ് രേഖപ്പെടുത്തി. ഡൗ ജോൺസ് 878 പോയിന്റ് കുറഞ്ഞു. നാസ്ഡാക്ക് 3.6% കുറഞ്ഞു. ഇത് 2022 ശേഷം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വിപണിയുടെ ചാഞ്ചാട്ടമാണ്. എന്ന് വെച്ചാൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ലിബറേഷൻ ഡേ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായില്ല. ഇത് നൽകുന്ന സൂചന അമേരിക്കൻ വിപണിയുടെ വീഴ്ചയാണെന്നും അമേരിക്കൻ വിപണിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഡിപ്രഷനെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെടുമെന്നുമാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.